നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. മാങ്ങയുടെ സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പച്ചമാങ്ങ ഇഷ്ടംപോലെ മാർക്കറ്റിൽ കാണാറുണ്ട്. അപ്പോൾ മാങ്ങ അച്ചാർ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ 10 മൂവാണ്ടൻ നല്ല മൂത്ത മാങ്ങേനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂത്ത മാങ്ങ ആയതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ല എന്ന് വെച്ചാൽ പച്ചമാങ്ങ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ മാങ്ങേനെ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കുക. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാക്കിയാലും അച്ചാർ നന്നായിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ഞാൻ തലേദിവസം തന്നെ മാങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അച്ചാർ പൊടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ പൊടിയിലും ഉലുവ ഉള്ളത് കൊണ്ട് 1/2 ടീസ്പൂൺ ഉലുവ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഉലുവേനും കടുകിനും ഒന്ന് വറുത്തെടുക്കണം. ഉലുവയുടെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചുവന്നോട്ടെ. പിന്നെ അതിനെ ആറാൻ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ച് സൈഡിൽ മാറ്റി വയ്ക്കുക. വേറെ ഒരു പാനിൽ 200 ml എള്ളിൻ്റെ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ മീഡിയമായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 5 വെളുത്തുള്ളി, പിന്നെ 1 ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് ചുവന്നോട്ടെ വെളുത്തുള്ളിയും ഇഞ്ചിയും. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിടുക. ഇളം ചൂടായിട്ട് ഉള്ള സമയത്ത് എണ്ണ അതിലേക്ക് അച്ചാറിൻ്റെ മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി, 5 ടീസ്പൂൺ അച്ചാർ പൊടി, 2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ 1 ഇഞ്ച് കായത്തിൻ്റെ പീസിനെ ഞാൻ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ട് അതിനെയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 100 ml വിനീഗർ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം വേണം സ്റ്റൗ കത്തിക്കാൻ. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ട് ഈ മസാലേനെ ഒരു 5 മിനിറ്റ് വിനീഗറിൽ നന്നായിട്ട് തിളപ്പിക്കുക. വീണ്ടും സ്റ്റൗ ഓഫ് ചെയ്തിടുക. എന്നിട്ട് ഇളം ചൂടായി വരുന്ന സമയത്ത് ഈ മസാല അതിലേക്ക് നമ്മൾ ഈ ഉപ്പിൽ ഇട്ട് വെച്ച ഈ മാങ്ങയുണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചത് അതിനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ താഴെ ആ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. അതിനെയും കൂടി ഇതിലേക്ക് അഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടതിന് ശേഷം ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മേലെ എണ്ണ ഇങ്ങനെ കുറച്ചിങ്ങനെ നിൽക്കും. എണ്ണ നിൽക്കണം, അപ്പോഴാണ് അച്ചാർ കേട് വരാണ്ടിരിക്കുള്ളൂ. പിന്നെ ഇതിനെ നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ആക്കിയിട്ട് അച്ചാറിനെ സൂക്ഷിച്ച് വയ്ക്കുക. ആവശ്യത്തിനുള്ളത് എടുക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ അച്ചാർ കേടുവരാണ്ട് കുറേ ദിവസം ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും ഉണ്ടാക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിനെയും മൂപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിടണം. ഇളം ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഈ അച്ചാറിൻ്റെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം വിനിഗർ ഒഴിച്ചിട്ട് വേണം വീണ്ടും സ്റ്റൗ ഓൺ ചെയ്യാൻ. എന്നിട്ട് വേണം മസാലനെ വിനിഗറിലൊന്ന് നന്നായി തിളപ്പിക്കുക 5 മിനിറ്റ്. വീണ്ടും ഈ മസാല ആറിയിട്ട് ഇളം ചൂടുള്ള സമയത്ത് വേണം ഈ കട്ട് ചെയ്ത് വെച്ച മാങ്ങയുണ്ടല്ലോ, ഉപ്പിലൊക്കെ ഇട്ട് വെച്ച മാങ്ങ, അതിനിതിലേക്ക് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.